ഹലോ നമസ്കാരം, സായി ആർട്സിൽ നിന്നും സുമൻ കുമാറാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു 2D അനിമേഷനാണ്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. അതിനു മുന്നേ ആയിട്ട് നമുക്ക് ആ വീഡിയോസ്, ആ ഒരു അനിമേഷൻ ചെയ്തേക്കുന്ന ഒരു വീഡിയോസ് നമുക്കൊന്ന് കാണാം. അപ്പം ജസ്റ്റ് ഞാൻ പ്ലേ ആണ്. ഇതേപോലുള്ള ചെറിയ അനിമേഷൻസൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതേപോലത്തെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രീ പിക്കിൽ നിന്നും അനിമേഷൻസ് ഫയലുകൾ കിട്ടും. അപ്പോൾ അത് ഇല്ലുസ്ട്രേറ്ററിലേക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ആർട്ട് ബോർഡ് പിക്സലാക്കിയതിന് ശേഷം 1920 1080 എന്ന സൈസിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. അതിലേക്ക് ഈ പിക്ചറുകളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുക. മീൻസ് നമുക്ക് അനിമേഷൻ എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിലുള്ള ഒബ്ജക്റ്റുകളെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം ആ പിക്ചറിനെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഇതേപോലെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് സെപ്പറേറ്റ് ലെയറിനകത്ത് സേവ് ചെയ്ത് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ എഫക്ട്സിൽ വന്നതിന് ശേഷം ഞാൻ ഈ ഫയലിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. ജസ്റ്റ് ഇമ്പോർട്ട് ഫയൽസ്, ജസ്റ്റ് മങ്കി ഷോട്ട് എന്നുള്ള ഫയൽ ഇമ്പോർട്ട് കൊടുക്കുന്നു. ഇമ്പോർട്ട് കൊടുക്കുക നമ്മൾ കോമ്പോസിഷൻ, അതുപോലെ തന്നെ ലെയർ സൈസായി കൊടുക്കുക. അവിടെ ഫൂട്ടേജ് ഡയമെൻഷൻ ചിലപ്പം ഡോക്യുമെൻ്റ് സൈസായിരിക്കും, അത് ലെയർ സൈസായി കൊടുക്കുക. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ എടുക്കുമ്പോഴേ നമുക്കിതിവിടെ കോമ്പോസിഷൻ, മങ്കി ഷോട്ട് എന്നൊരു കോമ്പോസിഷൻ ഫയൽ വരും. ജസ്റ്റ് ആ കോമ്പോസിഷൻ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ലെയറായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ലെയറിൻ്റെ എല്ലാം പിവോട്ട് പോയിൻ്റ് കറക്റ്റ് നമുക്ക് അനിമേഷൻ എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിലേക്ക് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഞാനൊരു ഹെഡ്, അപ്പോൾ പാൻ ബിഹൈൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ടൂളാണ്, പാൻ ബിഹൈൻഡ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ റൊട്ടേഷൻ എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നമുക്ക് അനിമേഷൻ എങ്ങനെയാണോ വർക്ക് ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് ഇതിനെടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത ലെയർ എടുക്കുക, അതിൻ്റെ അറേഞ്ച് ചെയ്യുക. ആൻഡ് അടുത്ത ലെയർ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇനി നമുക്കുള്ളത് എല്ലാ ലെയറും ആയിട്ടുണ്ട്. ഇനി ഒരു ലെയറും കൂടെ ഉണ്ട്. ഇതാണ്ട ഈ ലെയർ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യാം. ഇനി അതേപോലെ തന്നെ അടുത്ത ഈ ലെയറും കൂടെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് റൊട്ടേഷനൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതാ ഈ രീതിയിൽ റൊട്ടേഷൻ വർക്ക് ചെയ്യും. ഇനി അതിന് ശേഷം നമ്മുടെ ലെയറുകളെല്ലാം ഒന്ന് ചേഞ്ച് അറിയാൻ വേണ്ടി ലേബൽ കളർ ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ ഇത്രയും ഒബ്ജക്റ്റുകളെല്ലാം ഈ ലെയറുകളാണ്. ജസ്റ്റ് ലേബൽ കളർ ചേഞ്ച് ചെയ്ത് ഞാനൊരു ഓറഞ്ച് കളറാക്കുന്നു. അതിനുശേഷം ഞാൻ ലെയറുകളെല്ലാം 3D ലെയറാക്കി ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ചിന് ശേഷം ഞാൻ ആദ്യം ക്യാമറ സെറ്റ് ചെയ്യുന്നു. 2 നോഡ് ക്യാമറ, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ ആക്റ്റീവ് ക്യാമറയുടെ തൊട്ടുപുറത്ത് 2 വ്യൂസ് എന്നുണ്ട്, അത് മാറ്റിയിട്ട് 1 വ്യൂസ് ഉണ്ട്, 1 വ്യൂസ് മാറ്റിയിട്ട് 2 വ്യൂസ് ഹൊറിസോണ്ടൽ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇത് ടോപ്പ് വ്യൂവും ഇത് ആക്റ്റീവ് ക്യാമറയാണ്. ഇനി നമ്മുടെ മൂവ് എടുത്തതിന് ശേഷം ഏറ്റവും ബാക്കിലത്തെ ലെയർ സെലക്ട് ചെയ്ത് ബാക്കിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം സ്കെയിൽ എടുത്തിട്ട് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത ലെയർ ഏതാ നോക്കുക, ആ ലെയറും കുറച്ച് ബാക്കിലേക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഇവിടെ പോയിട്ട് പൊസിഷൻ എടുത്തിട്ട് XYZ അഡ്ജസ്റ്റ് ചെയ്താലും മതിയാവും. അതിനുശേഷം സ്കെയിൽ എടുത്തിട്ട് ഷോർട്ട് കട്ട് S ആണ്, സ്കെയിൽ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ലെയർ ഇതാണ്, അതും ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് ബാക്കിലേക്ക് വയ്ക്കുക. ജസ്റ്റ് സ്കെയിൽ എടുത്തൊന്ന് കൊടുക്കുക. അതിൻ്റെ Y ആക്സിസ് കുറച്ച് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ലെയർ ഇതാണ്, അത് കുറച്ച് ബാക്കിലേക്ക് വയ്ക്കുക. കാരണം കുറച്ച് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒബ്ജക്റ്റ് ആയതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വയ്ക്കുക. സ്കെയില് ഓക്കെ. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരേ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, നമ്മുടെ മങ്കി ലെയറുകൾ. അപ്പോൾ ആ ലെയർ എടുക്കാൻ നേരത്ത് പള്ളിപ്പടർപ്പുണ്ടല്ലോ, അപ്പോൾ ആ ലെയർ ആദ്യം ലേബൽ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നു. ഞാനത് യെല്ലോ കളറാക്കുന്നു. ഇനി അതൊഴിച്ച് ബാക്കി എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ലിങ്ക് ഉണ്ടല്ലോ, പാരൻറ്റ് ലിങ്ക്, അത് ജസ്റ്റ് ആ ലെയറിലേക്ക്, ലെയർ 1ലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പൊസിഷൻ എടുത്തതിന് ശേഷം ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ എല്ലാ ലെയറും ഒരേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിർത്തിക്കൊണ്ട് തന്നെ സ്കെയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വൈ ആക്സിസ് പൊസിഷനിൽ പോയിട്ട് അതിൻ്റെ വൈ ആക്സിസ് ഒന്ന് ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ 2 വ്യൂസ് മാറ്റിയിട്ട് 1 വ്യൂസ് ആക്കുക. ഫിറ്റ്. ഇനി നമുക്ക് അനിമേഷനിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വള്ളിപ്പടർപ്പ് അനിമേഷൻ ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ഫ്രെയിം കീ കൊടുക്കുന്നു. അപ്പോൾ ഒരു -10 എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു -3 കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം കുറച്ച് മുന്നോട്ട് ഒരു 2 സെക്കൻഡൊക്കെ അതിന് ശേഷം തിരിച്ച് ഒരു -17 ഒക്കെ ആകുമ്പോഴത്തേക്ക് നിർത്തുക. അപ്പോൾ ലാസ്റ്റ് ഫ്രെയിം -3 അപ്ലൈ. അപ്പോൾ നമ്മുടെ അനിമേഷൻസ് പോയിട്ട് തിരിച്ചു വരുന്നു. ഓക്കെ, ഇനി ജസ്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ് ഈസി ഈസ്. നമ്മുടെ അനിമേഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കീ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്കിവിടെ അനിമേഷൻസ് വളരെ സ്ലോയിലായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. കണ്ടോ, ചെറിയൊരു കാറ്റിൽ ആ വള്ളിപ്പടർപ്പ് ആട് നടക്കില്ല, നമുക്ക് ഫീൽ ആവും. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ സ്ലോ ആക്കാം, കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഫാസ്റ്റ് ആക്കുന്ന സമയത്ത് 8 ഫ്രെയിമിൽ കഴിഞ്ഞാൽ പിന്നീട് ഈ അനിമേഷൻ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത് ആ അനിമേഷൻ വീണ്ടും റിപ്പീറ്റ് സൈക്ലിംഗ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇസഡ് റൊട്ടേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ആനിമേഷൻ ആഡ് എക്സ്പ്രഷൻ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ലൂപ്പ് ഔട്ട് എൻ്റർ. ഓക്കെ, ഇപ്പോൾ 8 സെക്കൻഡ് കഴിഞ്ഞാലും എൻ്റെ അനിമേഷൻസ് വർക്ക് ചെയ്യും. എത്ര ഫ്രെയിം ഉണ്ടോ അത്രയും ഫ്രെയിം നമ്മൾ അനിമേഷൻസ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അനിമേഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അനിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വള്ളിപ്പടർപ്പിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു മങ്കിയുടെ അനിമേഷൻസാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു വള്ളിപ്പടർപ്പാണ് ഞാൻ അനിമേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ എടുത്തതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ഫ്രെയിം പുറത്തോട്ട് ഞാൻ വിട്ടു. ഇസഡ് റൊട്ടേഷൻ കീ കൊടുക്കുന്നു. ഒരു 4 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് ഇവിടെ വന്നിരിക്കണം. അപ്പോൾ നമുക്ക് അനിമേഷൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി തിരിച്ച് കുറച്ച് മുന്നോട്ട് വെച്ചതിന് ശേഷം വീണ്ടും ഇത് ബാക്കിലേക്ക് ഒന്ന് കൊണ്ടുവരാം. വീണ്ടും കുറച്ച് മുന്നോട്ട് വെച്ചതിന് ശേഷം തിരിച്ച് ഇപ്പം സ്ലോയിൽ വരണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കീ ഫ്രെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അനിമേഷൻസ് ഇതിപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അനിമേഷനാണ് നടക്കുന്നത്. സ്മൂത്താക്കാൻ വേണ്ടി കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്യുന്നു, F9 പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഗ്രാഫിൽ പോയതിന് ശേഷം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഫാസ്റ്റ്. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, നമ്മുടെ കീ ഫ്രെയിം ഒന്നും കൂടെ സെലക്ട് ചെയ്തതിനു ശേഷം ആൾട്ട് പ്രസ് ചെയ്ത് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. നമ്മുടെ അനിമേഷൻസ് ഓക്കെ, ഇനി നമുക്കിതിനകത്തുള്ള ബാക്കിയുള്ള ഹെഡും ഇതെല്ലാം അനിമേഷൻ ചെയ്യണം. നമുക്ക് ആദ്യം എൻ്റെ കുരങ്ങൻ്റെ വാല് നമുക്ക് അനിമേഷൻ ചെയ്യാം. അതിന് റൊട്ടേഷൻ എടുക്കുക, ഇസഡ് റൊട്ടേഷൻ കീ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് താഴോട്ട് മൂവ് ചെയ്തേക്കുക. ഓക്കെ, താഴോട്ട് മൂവ് ചെയ്യുക. സ്റ്റാർട്ട് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ടത് തിരിച്ച് മൂവ് ചെയ്യുക. പ്ലസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അനിമേഷൻ നടക്കുന്നത് ഓക്കെ. ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട്
മൂന്നാമത്തെ ഫ്രെയിമിൽ വന്നതിന് ശേഷം വീണ്ടും ആ റൊട്ടേഷൻ കുറച്ച് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഇതാ ഇവിടെ ആരോ കീ കണ്ട ഗോ നെക്സ്റ്റ് കീ ഫ്രെയിം. അപ്പോൾ അതായത് കീ ഫ്രെയിം നമുക്ക് സെലക്ട് ആയി കിട്ടും. അപ്പോൾ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഇതിനെ അനിമേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ലാസ്റ്റ് ഫ്രെയിം. ഓക്കെ, ഇനി നമുക്കൊന്ന് F9 പ്രസ് ചെയ്യാം. ഇനി ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു വാല് അനിമേഷനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ് അനിമേറ്റ് ചെയ്യാം. ഹെഡ് സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ജസ്റ്റ് രണ്ടാമത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. Z കീ ഫ്രെയിം കീ കൊടുക്കുന്നു. കീ സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അനിമേഷൻസിൻ്റെ ആ റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു -28 കൊടുക്കുക. പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, മൂന്നാമത്തെ കീ ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഹെഡ് കുറച്ചും കൂടെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്ത കീ ഫ്രെയിം എടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യുക. വീണ്ടും അടുത്ത കീ ഫ്രെയിം എടുത്തിട്ട് ഹെഡിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് F9 പ്രസ് ചെയ്യാം. ഇനി ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഹാൻഡിനെ അനിമേഷൻ ചെയ്യാം. സെയിം ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതായത് കീ ഫ്രെയിമിനകത്ത് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ഹാൻഡ് റൊട്ടേഷൻ എടുക്കുക, കീ ഫ്രെയിം കൊടുക്കുക. കുറച്ച് കൂടുതൽ ആ ഒരു റൊട്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നമുക്ക് ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ -42 42. ഓക്കെ, ഇതിൽ കൊണ്ടുവന്ന ശേഷം ഓക്കെ, നെക്സ്റ്റ് ഫ്രെയിമിൽ സെലക്ട് ചെയ്തിട്ട് ഹെഡ് മാറിപ്പോയി, ഹാൻഡ് മാറിപ്പോയി. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ഫ്രെയിം ഹാൻഡ് റൊട്ടേഷൻ. ഓക്കെ, അതും കീ എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം F9 പ്രസ് ചെയ്യാം. സെയിം അതുപോലെ കാലിലും സെലക്ട് ചെയ്തിട്ട് റൊട്ടേഷൻ എടുക്കുക. ഇതേപോലെ തന്നെ സെക്കൻഡ് ഫ്രെയിം കീ കൊടുത്തിട്ട് റൊട്ടേഷൻ കുറച്ച് മുകളിലേക്ക് വയ്ക്കുന്നു. ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് 30. ഇനി സെക്കൻഡ് തേർഡ് ഫ്രെയിം കാല് താഴോട്ട് വരുന്നു. അടുത്ത ഫ്രെയിം കാല് കുറച്ചുകൂടെ മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. വീണ്ടും അടുത്ത ഫ്രെയിമിൽ വന്നതിന് ശേഷം കാല് അഡ്ജസ്റ്റ് ആയിട്ട് വയ്ക്കുന്നു. ഇനി അടുത്ത കാലിലും ഇതേ സെയിം അതിന് ഇതിൻ്റെ കീ ഫ്രെയിം F9 പ്രസ് ചെയ്താൽ സ്മൂത്ത് ആക്കുക. അതും റൊട്ടേഷൻ എടുക്കുന്നു. റൊട്ടേഷൻ്റെ ഷോർട്ട് കട്ട് 6 സെറ്റ് വാല്യൂ. ഓക്കെ, ഞാൻ ബാക്കിൽ നിന്ന് സെറ്റ് ചെയ്ത് വരികയാണ് അനിമേഷൻ്റെ ഇതിൽ. ഓക്കെ 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 ഫസ്റ്റ് ഫ്രെയിമിൽ വന്നതിന് ശേഷം 0. ഓക്കെ, കീ ഫ്രെയിം F9 അടിക്കണം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ അനിമേഷൻ കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാമറയിലേക്കാണ് അനിമേഷൻസ് പോകുന്നത്. അതിനുവേണ്ടി ക്യാമറയ്ക്കകത്ത് പോയതിന് ശേഷം ട്രാൻസ്ഫോം, ഇവിടെ നമ്മുടെ ക്യാമറ ടൂൾ എടുത്തിട്ട് Z ക്യാമറ ടൂൾ എടുക്കുക. ജസ്റ്റ് മൂവ് ചെയ്ത് നോക്കുക. ഓക്കെ, പൊസിഷൻസ് സ്റ്റാർട്ട് ഫ്രെയിമിൽ പൊസിഷൻ കൊണ്ടുവച്ചിട്ട് കീ കൊടുത്തിട്ട് കുറച്ച് മുന്നോട്ട് സൂം ചെയ്ത് വയ്ക്കുക. ഒരു 8 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് ബാക്കിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇപ്പം പ്ലേ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ക്യാമറ മൂവ്മെൻറ്റിലൂടെ ആ ഒരു കുരങ്ങൻ വള്ളിപ്പടപ്പിൽ ചാടി വരുന്നതായിട്ട് നമുക്ക് അനിമേഷൻസ് കിട്ടും. ഗ്രാഫ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. F9 ജസ്റ്റ് കീ ഫ്രെയിം ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലൊരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ലെയറുകളെല്ലാം സെലക്ട് ചെയ്യുക, മോഷൻ ബ്ലർ അപ്ലൈ ചെയ്യുക. അത് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ എനേബിൾ കൊടുക്കുക. ഇതിപ്പം ഓഫാണ്, എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഫിറ്റ് കൊടുത്തതിന് ശേഷം അറിയാൻ പറ്റും. കണ്ടോ, ആ മോഷൻ അതിനകത്ത്
വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു ആനിമേഷൻ വർക്കാണ്. ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ചെറിയ ട്യൂട്ടോറിയലായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.